ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 4-ാം ദിവസം. വസിഷ്ഠമുനിയിൽ നിന്ന് വേദവും അതിനോടനുബന്ധിച്ചുള്ള സകല വിദ്യകളും കൂടാതെ രാജകുമാരന്മാർ എന്ന നിലയിൽ രാജനീതികളും പഠിച്ച രാമാദികൾ വസിഷ്ഠമുനിയിൽ നിന്നു തന്നെ ധനുർവേദവും അഭ്യസിച്ച് കൗമാരത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് എഴുന്നള്ളുകയാണ്. അയോധ്യയിൽ പ്രവേശിച്ച വിശ്വാമിത്ര മഹർഷിയെ രാജാ ദശരഥൻ എല്ലാവിധ ആചാര ഉപചാരങ്ങളോടെയും അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് ആനയിക്കുകയാണ്. കൊട്ടാരത്തിൽ പ്രവേശിച്ച വിശ്വാമിത്ര മഹർഷി യഥാസമയം രാജാവുമായി കുശലപ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വേളയിൽ നമുക്ക് വിശ്വാമിത്രരെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ ശ്രമിക്കാം. നമ്മുടെ പുരാതന ഭാരതത്തിൽ 2 രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സൂര്യവംശം, 2 ചന്ദ്രവംശം. ചന്ദ്രവംശത്തിലെ ആദ്യ രാജാവായിട്ടുള്ള പുരൂരവസിൻ്റെ 2ാമത്തെ മകനായ ജയൻ്റെ വംശപരമ്പരയിൽ കുശനാഭൻ എന്നൊരു രാജാവുണ്ടായി. ആ കുശനാഭ രാജാവിൻ്റെ മകനാണ് ഗാധി. ഗാധിയുടെ പുത്രനാണ് വിശ്വാമിത്രൻ. അതുകൊണ്ടാണ് ഗാധിനന്ദനൻ എന്ന് പലപ്പോഴായി വിശ്വാമിത്രനെ വിശേഷിപ്പിക്കുന്നത് നാം കേൾക്കാറുള്ളത്. അവരുടെ രാജ്യം കന്യാകുബ്ജമായിരുന്നു. പരശുരാമൻ്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ അമ്മാവൻ കൂടിയായിരുന്നു വിശ്വാമിത്രൻ. രാജാവായ വിശ്വാമിത്രൻ മഹർഷിയായി പരിണമിച്ചതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. രാജാ വിശ്വാമിത്രൻ ഒരിക്കൽ നായാട്ടിനായി വനത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മൃഗയാ വിനോദത്തിൽ അത്യധികം താൽപ്പര്യമുണ്ടായിരുന്ന വിശ്വാമിത്രനും അദ്ദേഹത്തിൻ്റെ നായാട്ട് സംഘവും നേരം പോയത് അറിഞ്ഞില്ല. സമയം സായം സന്ധ്യയോളം വന്നെത്തിയിരിക്കുകയാണ്. കാട്ടിൽ ഇരുട്ട് പടരുകയാണ്. ശരിയായ വഴി പോലും കാണാതെ അവർ അലഞ്ഞു തിരിയുകയാണ്. അങ്ങനെ നടന്ന് അവരൊരാശ്രമത്തിൽ എത്തിച്ചേർന്നു. അത് വസിഷ്ഠമുനിയുടെ ആശ്രമമായിരുന്നു. വസിഷ്ഠർ അവരെ യഥോചിതം സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. പെട്ടെന്ന് ആ കാടിൻ്റെ ഭാവം മാറുകയാണ്. അവിടെ ഒന്നാന്തരം ഒരു നഗരം ഉയർന്നു വരികയാണ്. ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്ന നാനാവിധ സൗകര്യങ്ങളാർന്ന സുസജ്ജമായ ഒരു കൊട്ടാര നഗരം അവിടെ രൂപപ്പെടുകയാണ്. സ്വന്തം കൊട്ടാരത്തേക്കാൾ സന്തുഷ്ടനായി വിശ്വാമിത്ര രാജാവും സ്വന്തം രാജ്യത്തേതിനേക്കാൾ സന്തുഷ്ടരായി അദ്ദേഹത്തിൻ്റെ പ്രജകളും അവിടെ രാപ്പാർത്തു. അമരാവതി പോലും നാണിച്ചു പോകുന്ന ആ പുത്തൻ നഗരത്തിൽ സ്വന്തം കൊട്ടാരത്തിൽ ലഭിക്കാതിരുന്ന
സ്വാദിഷ്ടമായ ഭക്ഷണം വിശ്വാമിത്രനും പരിവാരങ്ങളും ആസ്വദിച്ചു. സ്വർഗീയ വിരുന്നായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വിശ്വാമിത്ര രാജാവും പരിവാരങ്ങളും അതിരാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദികൾക്ക് ശേഷം നേരെ വസിഷ്ഠാശ്രമത്തിൽ എത്തുകയും വസിഷ്ഠ മഹർഷിയെ വന്ദിച്ച് യാത്ര പറയുകയുമാണ്. ആ വേളയിൽ വിശ്വാമിത്ര രാജാവ് വസിഷ്ഠരോട് പറയുന്നു, അല്ലയോ വസിഷ്ഠ മഹർഷേ, അങ്ങയുടെ തപോബലം വളരെ കേമമായിരിക്കുന്നു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ മഹാകാനനത്തിൽ ഇത്ര വിപുലമായ ഒരു നഗരം കെട്ടിപ്പടുക്കുവാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കും തന്നെ സാധ്യമല്ല. ഞാൻ അങ്ങേക്ക് മുമ്പിൽ നമിക്കുകയാണ് എന്ന് പറഞ്ഞ് യാത്ര തിരിക്കാൻ പുറപ്പെടവേ വസിഷ്ഠർ പറയുകയാണ്, മഹാരാജാവേ, ഇതൊന്നും തന്നെ എൻ്റെ കഴിവുകൊണ്ടുണ്ടായതല്ല. അങ്ങ് ദൂരേക്ക് നോക്കൂ, അതാ അവിടെ ഒരു പശുവിനെ കാണുന്നില്ലേ? അത് എൻ്റെ നന്ദിനിയാണ്. അവളുടെ കഴിവുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ ഭാവം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ചമന്ന് തുടുക്കുകയാണ്. ഒരധികാരസ്വരത്തിൽ വിശ്വാമിത്രൻ പറയുകയാണ്, മഹർഷേ, അങ്ങനെയാണെങ്കിൽ ആ നന്ദിനി ഒരാശ്രമത്തിൽ വളരേണ്ടവളല്ല. എന്തുകൊണ്ടും അവൾ മഹാരാജാവിന് അവകാശപ്പെട്ടതാണ്. ദയവായി അവളെ എനിക്ക് തന്നേക്കുക. വസിഷ്ഠർ പറഞ്ഞു, രാജാവേ, അവൾ ഒരിക്കലും എൻ്റെ നിയന്ത്രണത്തിലല്ല. അവളുടെ സമ്മതമുണ്ടെങ്കിൽ അങ്ങേക്ക് കൊണ്ടുപോകാവുന്നതാണ്. രാജാവും പരിവാരങ്ങളും നന്ദിനിയുടെ അടുത്തെത്തി അവളുടെ സമ്മതം ചോദിക്കുകയാണ്. അവൾ വഴങ്ങിയില്ല. ഉടനെ ആയുധധാരികളായ ഭടന്മാർ ബലാത്കാരം പിടിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചു. അപ്പോൾ അവളിൽ നിന്നും ഉദ്ഭവിച്ച ആയിരക്കണക്കിന് പോരാളികൾ വിശ്വാമിത്രൻ്റെ സൈന്യത്തെ എതിരിടുകയും നിശേഷം പരാജയപ്പെടുത്തുകയുമാണ്. വിശ്വാമിത്ര മഹാരാജാവ് സ്തബ്ധനായിപ്പോയി. തൻ്റെ ആദ്യ പരാജയം, അതിൽ അദ്ദേഹം അതിയായി ദുഃഖിക്കുകയാണ്. തലകുനിച്ച് മഹർഷിയെ വണങ്ങി വിശ്വാമിത്രൻ ഒരുവിധം വസിഷ്ഠാശ്രമത്തിൽ നിന്ന് പുറത്തു കടക്കുകയാണ്. ക്ഷത്രിയൻ്റെ കരബലത്തേക്കാൾ കരുത്ത് മുനിയുടെ തപോബലത്തിനാണ് എന്ന സത്യം അദ്ദേഹം അന്നവിടെ വെച്ച് ആദ്യമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഋഷിയുടെ തപോബലത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്നു, ഞാനിതാ എൻ്റെ ക്ഷത്രിയവും രാജകീയവുമായ എല്ലാ പദവികളും ഉപേക്ഷിക്കുകയാണ്. ആത്മബലമുള്ള ഒരു ഋഷിയാവാനാണ് ഇനി എൻ്റെ ശ്രമം. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിശ്വാമിത്ര മഹർഷി തപസ്സിനായി വടക്കിനെ ലക്ഷ്യമാക്കി യാത്രയായി. ഈ സംഭവമാണ് വിശ്വാമിത്ര മഹാരാജാവിനെ ഋഷിയാക്കി മാറ്റിയിട്ടുള്ളത്. ആ മുനിയാണ് ദശരഥൻ്റെ മഹാരാജധാനിയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിന് ഒരു കാരണവുമുണ്ട്. മുനി അമാവാസി തോറും നടത്തിപ്പോരാറുള്ള യാഗവും ഹോമവും ഈയിടെയായി മുഴുമിപ്പിക്കാൻ സാധിക്കാതെ വരികയാണ്. മാരീചൻ, സുബാഹു എന്നീ രാക്ഷസന്മാരാണ് അത് മുടക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിനാൽ അവരെ നിഗ്രഹിച്ച് യാഗം പൂർത്തീകരിക്കാൻ അങ്ങയുടെ മകൻ രാമനെ എൻ്റെ കൂടെ അയക്കണം. മാത്രമല്ല വസിഷ്ഠരോട് അന്വേഷിച്ച് ലക്ഷ്മണനെ കൂടെ നൽകണം. ഈ വാർത്ത കേട്ട് ദശരഥ മഹാരാജാവ് നടുങ്ങിപ്പോവുകയാണ്. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള മക്കളാണ്. അവരെ രാക്ഷസന്മാരും ക്രൂരമൃഗങ്ങളും വിഹരിക്കുന്ന കാട്ടിലേക്ക് പറഞ്ഞയക്കുക എന്നത് ദശരഥരെ സംബന്ധിച്ചിടത്തോളം മരണതുല്യമാണ്. ആകെ ആശയക്കുഴപ്പത്തിലായ കർത്തവ്യമൂഢിതനായി തീർന്നിട്ടുള്ള ദശരഥ മഹാരാജാവ് തൻ്റെ ഗുരുവായ വസിഷ്ഠരെ സമീപിക്കുകയാണ്. വസിഷ്ഠർ മഹാരാജാവിനെ സ്വാന്തനപ്പെടുത്തി. എന്നിട്ട് അതീവ രഹസ്യമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് വെളിപ്പെടുത്തുകയാണ്. അല്ലയോ മഹാരാജാവേ, രാമൻ കേവലം ഒരു മനുഷ്യനല്ല, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ഭൂമിദേവിയും ബ്രഹ്മാദി ദേവഗണങ്ങളും പാലാഴി തീരത്ത് വന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ച പ്രകാരം ഭൂമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്യാൻ മഹാവിഷ്ണു രാമനായി അവതരിച്ചിരിക്കുകയാണ്. ഈ വേളയിൽ തന്നെ സാക്ഷാൽ മഹാലക്ഷ്മി ജനകൻ്റെ രാജധാനിയിൽ സീത എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട്. അവർ തമ്മിലുള്ള യോഗം കൂട്ടുവാനാണ് സത്യത്തിൽ വിശ്വാമിത്ര മഹർഷി ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കാതെ രാമനെ ലക്ഷ്മണനോടുകൂടി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കുക. മാത്രവുമല്ല, ദശരഥ മഹാരാജാവേ, അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ കശ്യപനും അങ്ങയുടെ ധർമ്മപത്നി കൗസല്യ അതിഥിയുമായിരുന്നു. അന്ന് നിങ്ങൾ തീവ്രമായ തപസ്സുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും വിഷ്ണു ഭഗവാനായ സാക്ഷാൽ നാരായണൻ നിങ്ങളുടെ മകനായി ജനിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ആ അപേക്ഷയും ഇപ്പോൾ പ്രാവർത്തികമാക്കുമാറാണ് അങ്ങ് ദശരഥനും അതിഥി കൗസല്യയുമായി ജനിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, സാക്ഷാൽ അനന്തനാണ് ലക്ഷ്മണനായി അവതരിച്ചിട്ടുള്ളത്. ഭഗവാന്റെ ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാർ. ഈ വിവരങ്ങളൊക്കെ യഥാവിധി ഗുരുവിൽ നിന്ന് കേട്ട് സ്വസ്ഥനായി തീർന്നിട്ടുള്ള ദശരഥ മഹാരാജാവ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കുകയാണ്. രാജധാനി വിട്ട്, നഗരം വിട്ട്, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് അവർ പല ദേശങ്ങളും പിന്നിട്ട് വനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വനയാത്രയിൽ വെച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷി ബല അധിബല എന്ന 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയാണ്. വിശപ്പിനെയും ദാഹത്തെയും നിയന്ത്രിക്കാനുള്ള മഹാവിദ്യകളാണ് ഇവ രണ്ടും. അങ്ങനെ നാടും മേടും കാടും പിന്നിട്ട് അവർ ഒരു മഹാവനത്തിൽ എത്തിച്ചേർന്നു. ആ മഹാവനത്തിൻ്റെ പേര് താടകാവനം എന്നാണ്.
താടകയെ പേടിച്ച് ആ വനത്തിലൂടെ ആരും തന്നെ പോകുമാറില്ല. രാമാവതാരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായ രാക്ഷസീയ ഉന്മൂലനത നശിപ്പിക്കുക, രാക്ഷസീയ ഉന്മൂലനം നടത്തുക എന്നുള്ളതിൻ്റെ ആദ്യ ചുവടാണ് ഈ വനത്തിൽ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാമായണ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.